കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒന്നിനു പുറകെ ഒന്നായി താരസംഘടന അമ്മയിൽ പ്രശ്നങ്ങൾ ഉയർന്നു കേട്ടിരുന്നു. വാദവും പ്രതിവാദവുമായി പലരും അരങ്ങു തകർക്കുക തന്നെയായിരുന്നു. പൊന്നമ്മ ബാബുവും മാല പാർവതിയുമായിരുന്നു ഇവയിൽ പ്രധാന സ്ഥാനം വഹിച്ചിരുന്നവർ. ആരും നിയന്ത്രിക്കാനില്ലാതെയായപ്പോൾ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന കണക്കിൽ പരസ്പരം ചെളി വാരി എറിയുക തന്നെയായിരുന്നു ഇവർ രണ്ടുപേരും. ഒടുവിൽ പ്രശ്നം രൂക്ഷമായപ്പോൾ അമ്മയിലെ തലമുതിർന്ന ആളുകൾ കയറി ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് പ്രകാരം അമ്മയിലെ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അംഗങ്ങളുടെ പരസ്യ പ്രതികരണങ്ങൾക്ക് താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമ്മ ഇപ്പോൾ. ആഭ്യന്തര വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിക്കരുത് എന്നാണ് നിർദ്ദേശം. പ്രധാനമായും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഓഗസ്റ്റ് 15 വരെ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിക്കരുത് എന്ന കർശന നിർദ്ദേശമാണ് ഉള്ളത് എന്നാണ് റിപ്പോർട്ട്. വിലക്ക് ലംഘിച്ചാൽ കർശന നടപടിയെന്ന് തെരഞ്ഞെടുപ്പ് ഭരണാധികാരികൾ അറിയിച്ചിട്ടുമുണ്ട്. മുതിർന്ന സ്ഥാനം വഹിക്കാൻ ആരും ഇല്ല എന്നായപ്പോൾ അതുവരെ മിണ്ടാതിരുന്ന പൊന്നമ്മ ബാബുവും മാല പാർവതിയും മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനായി നന്നെ ശ്രമിച്ചിരുന്നു. അതോടുകൂടി ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയായിരുന്ന അമ്മയിലെ കാര്യങ്ങൾ കൂടുതൽ വഷളായി എന്ന് മനസ്സിലായപ്പോഴാണ് ഒന്നിനും ഇടപെടില്ല എന്ന തന്റെ തീരുമാനം മാറ്റി മമ്മൂട്ടിയും മോഹൻലാലും ഭരണാധികാരികളോട് താരങ്ങളെ താക്കീത് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം അമ്മ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊന്നമ്മ ബാബു പറഞ്ഞ കാര്യങ്ങൾ വസ്തുത വിരുദ്ധമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് നടി മാല പാർവതി പറഞ്ഞ ചില കാര്യങ്ങളാണ് ആകെ വിവാദമായത്. അമ്മയിലെ നീക്കിയിരിപ്പ് തുകയെ സംബന്ധിച്ച് പൊന്നമ്മ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മാല പാർവതി രംഗത്ത് വന്നത്. ഇടവേള ബാബു ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുമ്പോൾ അമ്മയുടെ അക്കൗണ്ടിൽ 2 കോടി ആയിരുന്നില്ല ഉണ്ടായിരുന്നത് എന്നും 5 കോടിക്ക് മുകളിൽ ഉണ്ടായിരുന്നു എന്നും മാല പാർവതി പറയുകയുണ്ടായി. അതേസമയം ശ്വേതാ മേനോനെതിരെ ലോകത്ത് ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത വിചിത്രവാദവുമായി കെട്ടിപ്പൊക്കിയ കേസിന് ഹൈക്കോടതി തന്നെ തള്ളുമെന്ന സൂചനയും പുറത്തു വന്നു. അതോടെ മെമ്മറി കാർഡ് വിവാദവും വോയിസ് നോട്ടുമെല്ലാം ഇലക്ഷന് വേണ്ടി മെനഞ്ഞ കുതന്ത്രങ്ങളാണ് എന്ന് സമൂഹത്തിന് ഏറെക്കുറെ വ്യക്തമാവുകയായിരുന്നു. ഇതിനിടെയാണ് വാക്പോര് ശക്തമായത്. പുതിയ സാഹചര്യത്തിൽ ഇത് ഗുണകരമാവില്ലെന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഭരണാധികാരികൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ പിന്മാറിയവരെല്ലാം ഇപ്പോൾ സന്തോഷത്തിലാണ്. അല്ലാത്ത പക്ഷം ഈ പ്രശ്നങ്ങളിൽ തങ്ങളും വരുമായിരുന്നു എന്നാണ് അവരുടെ നിലപാട്. ഇതിനിടെ മെമ്മറി കാർഡ് വിവാദത്തിൽ മെമ്മറി കാർഡുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അനാവശ്യമായി തൻ്റെ പേര് വലിച്ചിഴയ്ക്കുന്നു, കടുത്ത സൈബർ ആക്രമണം നേരിടുന്നു എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് DGPക്ക് കുക്കു പരമേശ്വരൻ പരാതി നൽകിയിരുന്നു. അതും അമ്മയിലെ ചില അംഗങ്ങൾക്കെതിരെ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തന്നെ തേജോവധം ചെയ്യാനാണ് ശ്രമം എന്നായിരുന്നു കുക്കുവിന്റെ പ്രധാന ആരോപണം. പൊന്നമ്മ ബാബു, ഉഷ ഹസീന തുടങ്ങിയ അമ്മയിലെ അംഗങ്ങൾക്കെതിരെയാണ് പരാതി. പൊന്നമ്മ ബാബു, പ്രിയങ്ക, ഉഷ തുടങ്ങിയവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. നടിമാർ ദുരനുഭവങ്ങൾ പറഞ്ഞ വീഡിയോ അടങ്ങിയ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരന്റെ കയ്യിലാണ് എന്നായിരുന്നു അവരുടെ ആരോപണം. എന്നാൽ കുക്കു പരമേശ്വരൻ അന്ന് ഒരു കമ്മിറ്റിയിലും ഉണ്ടായിരുന്നില്ല എന്നാണ് മാല പാർവതി പറയുന്നത്. എന്തായാലും ഇപ്പോഴെങ്കിലും കാരണവന്മാർ ഒന്ന് വാ തുറന്നത് നന്നായി. അല്ലെങ്കിൽ മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെ ഇവർ പോർവിളികൾ തുടർന്നുകൊണ്ടേയിരുന്നേനെ. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇവരൊന്നും വാ തുറക്കില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.